വോട്ട് കൊള്ളയിൽ പ്രതികരണവുമായി ബ്രസീലിയൻ മോഡൽ തന്റെ പഴയ ചിത്രം തട്ടിപ്പിന് ഉപയോഗിച്ചു. തട്ടിപ്പിനെക്കുറിച്ച് വിശ്വസിക്കാനാവുന്നില്ല. ദൃശ്യങ്ങൾ കണ്ട എല്ലാവരും ചിരിക്കുകയാണെന്നും മോഡൽ ലാരിസ പറയുന്നു. ലാരിസയുടെ ഫോട്ടോ ഉപയോഗിച്ച് 22 വോട്ടുകൾ ചെയ്തെന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ വെളിപ്പെടുത്തിയത്. അബ്ദുൾ റഷീദ് ചേരുകയാണ് വാർത്തയുടെ. Gente, conta pra vocês uma fofoca, vocês vão rir demais. Não, vou contar fofoca. Gente, estão usando uma foto minha, antiga. A foto é velha, tá? Ó, tava novinha na foto, devia ter uns 20 anos, 18 anos. Estão usando a foto minha pra fazer, eu não sei se é uma eleição, alguma coisa de voto, que tem que votar. E na Índia, estão me colocando como indiana pra dar golpe nos outros, gente. Olha que loucura. Que doideira é essa? Que mundo nós estamos vivendo? Aí um repórter me chamou, querendo saber sobre esse trem, ligou lá no salão, no meu emprego, querendo conversar comigo pra entrevista. Aí eu não respondi, falei pra Tatá não passar meu número e tal. Aí o cara achou meu Instagram, me chamou no Instagram. Agora uma outra pessoa que não tem nada a ver com o assunto, uma amiga minha de outra cidade, me manda uma foto. Vou colocar aqui pra vocês, aqui embaixo pra vocês verem. Aqui. Vocês não vão acreditar. Ô, gente. അബ്ദുൾ റഷീദ് ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ദില്ലിയിൽ നിന്ന്. അബ്ദുൾ റഷീദ്, ബ്രസീലിയൻ മോഡലായ ലാരിസയുടെ പ്രതികരണമാണ് കേട്ടത്. ഇപ്പോൾ ലോകം മുഴുവൻ നാണം കെടുന്നൊരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണോ? ബ്രസീലിയൻ മോഡലിന്റെ അടക്കം പടം വെച്ച് കള്ളവോട്ട് ചെയ്ത് BJP-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അങ്ങനെയുള്ള ആക്ഷേപമാണല്ലോ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഹരിയാനയിലെ വോട്ട് കൊള്ളയിൽ BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാജ്യം കടന്നുള്ള വോട്ടുവെട്ടൽ സമീപനമാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കടുത്ത വിമർശനം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തന്നെ ഉയർത്തിയിരുന്നു. എന്തായാലും ഹരിയാനയ്ക്ക് പുറത്തു നിന്നുള്ള സ്ത്രീയുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് 22 വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഈ 22 വോട്ടുകളും 10 ബൂത്തുകളിൽ വ്യത്യസ്ത പേരുകളിലാണ് ചെയ്തിട്ടുള്ളതെന്ന കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിനിടെ രാഹുൽ ഗാന്ധിയെ പുറത്തു വിട്ടിട്ടുള്ളത്. എന്തായാലും ഇതിലാണ് ഇപ്പോൾ മാത്യൂസ് ഫെരാരോ എന്നറിയപ്പെടുന്ന ലാരിസ മോഡൽ ആയിട്ടുള്ള ബ്രസീലിയൻ മോഡലായിട്ടുള്ള ലാരിസ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അവരുടെ പഴയ ഫോട്ടോ അല്ലെങ്കിൽ പഴയ ചിത്രം ഈ ഇത്തരത്തിൽ വോട്ട് തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വോട്ട് തട്ടാൻ BJP അടക്കമുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കടുത്ത ആരോപണമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ തട്ടിപ്പിനെ കുറിച്ച് തനിക്ക് വിശ്വസിക്കാൻ ആകുന്നില്ലെന്നും ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന തരത്തിലുള്ള പരിഹാസ്യപരമായിട്ടുള്ള പരാമർശങ്ങൾ അവർ വീഡിയോയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദൃശ്യങ്ങൾ കണ്ട് എല്ലാവരും ചിരിക്കുകയാണ്. ഇത് തനിക്ക് അപമാനമുണ്ടാക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചിട്ടുള്ള ചിത്രങ്ങളിൽ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ലാരിസയുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് 22 വോട്ടുകൾ BJP തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധിയും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിലാണ് പറഞ്ഞതുപോലെ അവർക്ക് അപമാനം നേരിടുന്നു. അതേപോലെ തന്നെ നമ്മുടെ രാജ്യവും ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെടുകയല്ലേ? ഇങ്ങനെയൊക്കെയാണോ ഇന്ത്യയിൽ നടക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിച്ചിരിക്കുകയാണോ ഇപ്പോഴത്തെ ഭരണ സംവിധാനം? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസനീയത തന്നെ തകർക്കുന്ന നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിന്റെ അന്തിമ ഉദാഹരണമാണ് ഇത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പ്രത്യേകിച്ചും രാജ്യത്തിന് പുറത്തു നിന്നുള്ള ആളുകളുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് തട്ടുക, അത് വ്യത്യസ്തമായിട്ടുള്ള പേരുകളിൽ വോട്ട് തട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാനാകുന്ന കാര്യമല്ല. രാജ്യം തന്നെ കഴിഞ്ഞ ദിവസം ഈ വെളിപ്പെടുത്തലിനിടെ ഞെട്ടിയിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇതിന് ശേഷമാണ് ഇത്തരത്തിൽ കടൽ കടന്നുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ വരികയും ചെയ്തിട്ടുള്ളത്. ആകെ ലോകത്താകമാനം തന്നെ BJP-യും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള നടപടികളാണ് ഈ വോട്ട് കൊള്ളയിലൂടെ എടുക്കുന്നത് എന്നുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആളുകളുടെ പേരിലാണ് ഇത്തരത്തിൽ വോട്ട് കൊള്ള നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് 223 വോട്ടുകൾ ഒരേ ആളുടെ ഫോട്ടോയിലാണ് ചെയ്തിട്ടുള്ളതടക്കമുള്ള വിമർശനങ്ങളായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ സമർപ്പിക്കണം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികൾ ഉണ്ടായിരുന്നു. അപ്പോഴും തെളിവുകൾ സമർപ്പിക്കണം എന്നുള്ള നിലപാടായിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. സമാനമായ അബ്ദുൾ റഷീദ് നേരത്തെ ബംഗളൂരുവിലെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോഴും മഹാരാഷ്ട്രയിലെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോഴും നിങ്ങൾ തെളിവുകൾ കൊണ്ടുവരൂ എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിൽ ഒരു ഉത്തരവാദിത്വമില്ലേ? ആ വിശ്വാസ്യതയ്ക്ക് നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ അത് സ്വമേധയാ അന്വേഷിക്കേണ്ട ഒരു ബാധ്യത അവർക്കില്ലേ? അത് ചെയ്യാതിരുന്നിട്ട് ആരോപണം ഉന്നയിക്കുന്നവർക്ക് നേരെ അല്ലെങ്കിൽ അവർ തന്നെ തെളിവുകൾ കൊണ്ടുവരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്ര സുഖകരമായ നടപടിയാണോ?
അത് തന്നെയാണ് ഏറെ നിർണായകമായിട്ട് നിലനിൽക്കുന്നത്. 3 പ്രാവശ്യവും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും അതോടൊപ്പം ആളുകളെ അടക്കം കൊണ്ടുവന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതാത് സംസ്ഥാനങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ തേടാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിലൊക്കെ തന്നെയും സമാനമായിട്ടുള്ള നിലപാടാണ് അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിൽ കടുത്ത ആരോപണങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ചും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒരു ഏറെ പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ രാഹുൽ ഗാന്ധിയെ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്തിട്ടില്ല. ഇങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭരണത്തിന് കേന്ദ്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിധേയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾക്കോ അല്ലെങ്കിൽ പ്രതികരണങ്ങളിലേക്കോ ഇതുവരെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ടുള്ള ജ്ഞാനേഷ് കുമാർ അടക്കമുള്ള ആളുകളൊന്നും തന്നെ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഇനി എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ള. പ്രത്യേകിച്ചും വിവിധ സംസ്ഥാനങ്ങളിലടക്കം ബീഹാറിലടക്കം ഇന്ന് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിശദീകരണം എന്നതിൽ ഏറെ നിർണായകമായി നിലനിൽക്കുകയാണ്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിട്ടുള്ള ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പരാതി നൽകണം അല്ലെങ്കിൽ തെളിവുകൾ നൽകണം എന്നുള്ള ഒരു സമാനമായിട്ടുള്ള സമീപനം തന്നെയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. ശരി.